നമസ്കാരം. പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും സൗകര്യമായി കൊച്ചി വാട്ടർ മെട്രോ ഇന്നു മുതൽ ഫോർട്ട് കൊച്ചിയിലേക്കും സർവീസ് തുടങ്ങും. ടെർമിനലും ടിക്കറ്റ് സംവിധാനങ്ങളും ട്രയൽ റണ്ണും പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇന്നു മുതൽ സർവീസുകൾ ഫോർട്ട് കൊച്ചിയിലേക്ക് നീളുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് സർവീസിനുള്ള 14ാമത് ബോട്ട് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് 40 രൂപയാണ് ടിക്കറ്റ്. അവധിക്കാല വിനോദസഞ്ചാരത്തിനും പുതിയ വാട്ടർ മെട്രോ സർവീസുകൾക്കും സഹായകരമാകും. ഹൈക്കോടതി ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് 40 രൂപയാണ് ടിക്കറ്റ്. 20 മുതൽ 30 മിനിറ്റ് ഇടവേളകളിൽ ഹൈക്കോടതി ജംഗ്ഷൻ ഫോർട്ട് കൊച്ചി റൂട്ടിൽ സർവീസ് നടത്താനാണ് തീരുമാനം. അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് ഗതാഗതക്കുരുക്കിൽപ്പെടാതെ എത്തിച്ചേരാൻ വാട്ടർ മെട്രോ സർവീസ് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച് 1 വർഷം പൂർത്തിയാകുമ്പോഴാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 25-നാണ് കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത്. 9 ബോട്ടുകളും 2 റൂട്ടുകളുമായി സർവീസ് ആരംഭിച്ച മെട്രോ 11 മാസം പിന്നിടുമ്പോൾ 13 ബോട്ടുകളുമായി 5 റൂട്ടുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. 11 മാസത്തിനകം 18,36,390 പേർ കൊച്ചി വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തി. വിനോദസഞ്ചാരികളുടെ പറദീസയായ ഫോർട്ട് കൊച്ചിയിലേക്കും കൊച്ചി വാട്ടർ മെട്രോ എത്തുമ്പോൾ അത് കൂടുതൽ സൗകര്യപ്രദമാകും. ഇതിനു മുന്നോടിയായി നടപ്പാതകളും വഴിവിളക്കും ഉൾപ്പെടെ മാറ്റി സ്ഥാപിച്ചിരുന്നു. KMRL ആണ് ഈ ഒരു ജോലി ചെയ്തത്. ഫോർട്ട് കൊച്ചിയുടെ മുഖം മിനുക്കി. സുസ്ഥിര ജലഗതാഗത രംഗത്ത് ലോകത്തിന് മാതൃകയാകാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സാധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. 2023 ഏപ്രിൽ 25-ന് പ്രവർത്തനം ആരംഭിച്ച കൊച്ചി വാട്ടർ മെട്രോ 1 വർഷം പൂർത്തിയാകുമ്പോൾ പുതിയ റൂട്ടുകളിലേക്കുൾപ്പെടെ സർവീസ് ആരംഭിച്ചും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചും കൂടുതൽ ജനപ്രിയമാവുകയാണ്. 2 റൂട്ടുകളും 9 ബോട്ടുകളുമായി ആരംഭിച്ച മെട്രോ ഇപ്പോൾ 5 റൂട്ടുകളിലാണ് സർവീസ് നടത്തുന്നത്. പ്രവർത്തനം ആരംഭിച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ 10 ലക്ഷം യാത്രക്കാർ എന്ന നേട്ടം സ്വന്തമാക്കിയിരുന്നു. മാർച്ച് 18 വരെയുള്ള കണക്കനുസരിച്ചാണ് 19,36,770 പേർ യാത്ര ചെയ്തത്. പ്രതിദിനം 6,000-7,000 യാത്രക്കാരാണ് വാട്ടർ മെട്രോയുടെ 9 ടെർമിനലുകൾ വഴി യാത്ര ചെയ്യുന്നത്. വാരാന്ത്യങ്ങളിൽ ഇത് 9,000 വരെയൊക്കെ എത്താറുണ്ട്. വിഷുദിനത്തിൽ യാത്രക്കാരുടെ എണ്ണം 10,000 കടന്നിരുന്നു. ടൂർ പാക്കേജുകളുടെ ഭാഗമായിട്ടും ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകൾ കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലേക്ക് വിനോദസഞ്ചാരികൾ ഏറെയുള്ള ഫോർട്ട് കൊച്ചിയിലേക്ക് ഇന്നു മുതൽ സർവീസ് ആരംഭിക്കുകയാണ്. ടെർമിനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി. കൊച്ചിൻ ഷിപ്പ്യാർഡ് 14ാമത് ബോട്ട് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. ഈ ബോട്ടിൻ്റെ ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ട്രയൽ റണ്ണും പൂർത്തിയായി. വിനോദസഞ്ചാരികൾക്ക് നഗരത്തിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താൻ സാധിക്കും. 20 മുതൽ അരമണിക്കൂർ ഇടവേളകളിലാണ് സർവീസ്. നിലവിൽ ഹൈക്കോടതി ജംഗ്ഷൻ, വൈപ്പിൻ, ബോൾഗാട്ടി ടെർമിനലുകളും വൈറ്റില, കാക്കനാട് ടെർമിനലുകളിലും ഏലൂർ, ചേരാനെല്ലൂർ ടെർമിനലുകളിലും ആണ് സർവീസ്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് സൗത്ത് ചിറ്റൂരിലേക്ക് സർവീസ് തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മുളവുകാട് നോർത്ത്, വെല്ലിംഗ്ടൺ ഐലൻഡ്, കുമ്പളം, കടമക്കുടി, പാലിയം ടെർമിനലുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. വാട്ടർ മെട്രോ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഫീഡർ സംവിധാനം ഉൾപ്പെടെ പല പദ്ധതികളും ആലോചിക്കുന്നുണ്ട്. ഫീഡർ സർവീസിന് മാത്രം 23 കോടിയുടെ പദ്ധതിക്ക് വാട്ടർ മെട്രോ രൂപം കൊടുത്തിട്ടുണ്ട്. ഇതിൽ 4 കോടി രൂപ 100 ഓട്ടോകൾക്കായും 19 കോടി രൂപ 20 ബസ്സുകൾക്കുമായിട്ടാണ് നൽകുന്നത്. പദ്ധതി നടപ്പിലായാൽ 3 മാസം കൊണ്ട് യാത്രക്കാരുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുമെന്ന് KMRL പ്രതീക്ഷിക്കുന്നു. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാനും കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് പദ്ധതിയുണ്ട്.